Hey everybody, back with another video. Like and subscribe, etc. etc. Hey everybody, welcome back to the channel Frenzy Pool. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ. കൂടെ മെജോം ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ലിസ്റ്റാണ്. അതായത് ഈ ഒരു സെക്ഷനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ആക്ടറിനോ ആക്ട്രസിനെ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ആക്ടറിൻ്റെയോ ആക്ട്രസിൻ്റെ ബെസ്റ്റ് 5 or 4 ഫിലിംസിൻ്റെ ഒരു ലിസ്റ്റാണത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിൽ നമ്മൾ പറയാൻ പോകുന്നത് റോബർട്ട് ഡൗണി ജൂനിയറിൻ്റെ പടങ്ങളെ പറ്റിയിട്ടാണ്. ഈ ഒരു ആക്ടറിനെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ MCUവിലത്തെ അയൺ മാൻ എന്ന ക്യാരക്ടർ നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല. I love you 3000. ഓക്കെ, സോ ഈ ഒരു ആക്ടറിൻ്റെ ലിസ്റ്റാണിത്. സോ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കൂടുതൽ നല്ല നല്ല കണ്ടക്ട് ഈ ചാനൽ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ചാപ്ലിൻ ആണ്. ഈ ഒരു മൂവിയിൽ ആർഡിജെൻ്റെ എക്കാലത്തും മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ്. ഈ പടത്തിൽ ഐക്കോണിക് ആയിട്ടുള്ള ഒരു കൊമീഡിയൻ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്യാരക്ടറായിരുന്നു ചാർലി ചാപ്ലിൻ. അപ്പോൾ ഡയറക്ടറും നടനായ ചാർലി ചാപ്ലിൻ്റെ കഥാപാത്രമാണ് ആർഡിജെ ഇതിൽ അഭിനയിക്കുന്നത്. ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് റിച്ചർഡ് ആറ്റൻബറോ ആണ്. ഇത് മുമ്പ് ഗാന്ധി എന്ന് പറഞ്ഞ പടവും ഈ ഡയറക്ടറാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു മൂവി കൊണ്ട് ആർഡിജെക്ക് ആദ്യത്തെ ഓസ്കർ നോമിനേഷൻ കിട്ടി. ഈ ഒരു മൂവിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചാപ്ലിൻ്റെ തന്നെ ഫേമസ് ആയിട്ടുള്ള മൂവീസിലത്തെ കുറേ സീൻസൊക്കെയാണ്. അതുപോലെ തന്നെ ആർഡിജെയുടെ ആ ഒരു കഴിവാണ് നമ്മൾ കാണുന്നത്, ഫിസിക്കൽ കോമഡി നന്നായി ചെയ്യാനായിട്ടുള്ളത്. ഈ ഒരു മൂവി ഒരു ഫൈനാൻഷ്യൽ സക്സസ് ആയിരുന്നില്ല, പക്ഷേ ഇതിൽ ഹൈലൈറ്റ് റോബർട്ട് ഡൗണിയുടെ അഭിനയം തന്നെയായിരുന്നു. അടുത്ത പടമാണ് ട്രോപ്പിക് തണ്ടർ. ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ബെൻ സ്റ്റില്ലർ ആണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ബെൻ സ്റ്റില്ലർ, ജാക്ക് ബ്ലാക്ക്, പിന്നെ അതുപോലെ തന്നെ റോബർട്ട് ഡൗണിയാണ്. ഇതിൽ റോബർട്ട് ഡൗണി ഒരു ഓസ്ട്രേലിയൻ നടനായിട്ടാണ് അഭിനയിക്കുന്നത്. ഒരു കറുത്ത വർഗ്ഗക്കാരനായിട്ടും കൂടിയിട്ടാണ് ഈ പടത്തിൽ അഭിനയിക്കുന്നത്. ഈ ഒരു പടത്തിൽ ഈ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിച്ചിരിക്കുന്നത് തന്നെ ഒരു ഭയങ്കര വിയേർഡായിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. ആ പുള്ളിക്കാരൻ്റെ ഡയലോഗ്സ് വിയേർഡാണ്. ആ ഒരു ക്യാരക്ടർ ത്രൂ ഔട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അതാണ് മെയിൻ ഹൈലൈറ്റ് തന്നെ. ഒരു പ്രത്യേക ക്യാരക്ടറായിട്ടാണ് റോബർട്ട് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ മൂവിയിൽ ആണ് ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഡയലോഗും പുള്ളിക്കാരൻ പറയുന്നത്. ഈ ഒരു മൂവി തനിക്ക് തൻ്റെ സെക്കൻഡ് ഓസ്കർ നോമിനേഷൻ നേടിക്കൊടുക്കുകയും ചെയ്തു. അടുത്ത മൂവിയാണ് ഷെർലക് ഹോംസ്. ഈ ഒരു മൂവി കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ആൻഡ് ഇറ്റ് ഈസ് എ റിയലി ഗുഡ് സീരീസ്. ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഗൈ റിച്ചിയാണ്. ആർഡിജെ ആണ് ഇതിൽ ഷെർലക് ഹോംസ് ആയിട്ട് അഭിനയിക്കുന്നത്. ജൂഡ് ലോ ആണ് ഡോക്ടർ വാട്സൺ ആയിട്ട് അഭിനയിക്കുന്നത്. ആർഡിജെ ഷെർലക് ആയിട്ട് ഒരു ഭയങ്കര അനാലിറ്റിക്കലും കാൽക്കുലേറ്റിംഗ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. അടിപൊളി ഫൈറ്റിംഗ് സ്കിൽസും പിന്നെ നല്ല ഒരു ബ്രിട്ടീഷ് ആക്സൻറ്റും ഉണ്ട് ഈ ഒരു ക്യാരക്ടറിന്. ഈ ഒരു ബെയർ നക്കിൾ ബോക്സിംഗ് സീൻ ഷെർലക്ക് കാണിക്കുന്നത് തന്നെ ആ ഒരു മൂവ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യുന്നത് അതൊരു ഭയങ്കര ഹൈലൈറ്റ് തന്നെയാണ് ആ ഒരു പടത്തിന്. ഞാൻ ആ പടം കാണുമ്പോൾ അതൊരു പ്രത്യേക ഒരു സംഭവം തന്നെയായിരുന്നു. ആ ഒരു എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ അത് എടുത്തിട്ടുണ്ട് ആ ഒരു സംഭവം റോബർട്ട് ഡൗണി. അടിപൊളി ആക്ഷൻ സെറ്റ് പീസസ് ആണ്. അതുപോലെ നല്ല പ്രൊഡക്ഷൻ ആയിരുന്നു. ആ ഒരു 1980s ലണ്ടൻ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. മൂവി ഒരു ഹ്യൂജ് ഹിറ്റ് തന്നെയായിരുന്നു. അതിനൊരു ശേഷം ഒരു സീക്വലും ഉണ്ടായിരുന്നു, ഷെർലക് ഹോംസ് എ ഗെയിം ഓഫ് ഷാഡോസ്. അടുത്ത മൂവി ലിസ്റ്റിലുള്ളതാണ് ഓപ്പൻഹൈമർ, നമ്മുടെ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ക്രിസ്റ്റഫർ നോളൻ സാറിൻ്റെ മൂവി. ക്രിസ്റ്റഫർ നോളൻ ആണ് ഇതിൻ്റെ ഡയറക്ടർ. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് മെയിൻ ക്യാരക്ടറായിട്ട് കിലിയൻ മർഫി ആണ് ഓപ്പൻഹൈമറായിട്ട്. ആർഡിജെ ഇതിൽ ലെവിസ് സ്ട്രോസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്, അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ഹെഡായിട്ട്. ഈ മൂവിയിൽ ഓപ്പൻഹൈമറിൻ്റെ കഥയാണ് കാണിക്കുന്നത്, പുള്ളിക്കാരൻ്റെ ജീവിതം. അതിൻ്റെ ഒപ്പം തന്നെ ഈ ലെവിസ് സ്ട്രോയ്സിൻ്റെ വേർഷനും കാണിക്കുന്നുണ്ട് പുള്ളിക്കാരനെ പറ്റിയിട്ട്. തുടക്കത്തിൽ ഇവർ രണ്ടുപേര് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ് US-ൻ്റെ ആദ്യത്തെ ആറ്റം ബോംബിൻ്റെ ക്രിയേഷനായിട്ട്. പിന്നീട് ഇവർ തമ്മിൽ സ്പ്ലിറ്റ് ആവുന്നതാണ് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം. അതായത് ഓപ്പൻഹൈമർ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാരണം. ഇതിൽ ആർഡിജെൻ്റെ ആ ഒരു ശരിക്കുള്ള റിയൽ ലൈഫ് ഫിഗറാണ് കാണിക്കുന്നത്, ഒരു പവർ ഹംഗ്രി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അതുപോലെ തന്നെ ഒരു സ്പൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഭയങ്കരമായിട്ട് ഒരു ആളെ എങ്ങനെയെങ്കിലും തകർക്കണമെന്നുള്ളൊരു സംഭവം പോലെ ഓപ്പൻഹൈമറിനെ കുറേ ഭാഗത്ത് ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ നോക്കുകയും ആ ഒരു ആക്ടിങ് ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ളൊരു ആക്ടിങ് ആണ് ആർഡിജെ ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലൈമാക്സ് സീനൊക്കെ ആകുമ്പോഴേക്കും ഇതിലും ഓസ്കർ ലഭിക്കുകയാണ് ചെയ്തത് റോബർട്ട് ഡൗണിക്ക് 3ാമത്തെ പ്രാവശ്യം. ഈ വരുന്ന ഓസ്കേഴ്സിലാണ് റോബർട്ടിന് നോമിനേഷൻ കിട്ടിയിരിക്കുന്നത്.